സിവിലിയൻസ് ഒക്കെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഒരു ഫെയ്ത്ത് ഒക്കെ വരാനായിട്ട്. ലാലേട്ടനെ പോലുള്ള ഒരാൾക്ക് തിരിച്ചു വരേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളി ഇവിടെ ഉണ്ട്, ഇത്രയും കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്മാർക്കുള്ള പണി തന്നെ, അവന്മാർക്ക് ഒന്നും പറയില്ല. കാരണം പുള്ളി നമ്മുടെ സിദ്ദീഖൊക്കെ പറഞ്ഞ പോലെ ഒറ്റ പടം മതി എന്ന് പറയത്തില്ലേ ലാലേട്ടൻ, ആ ഒറ്റ പടമാണിത്. കളിയാക്കവർ ഈ പടം വന്ന് കണ്ടതിന് ശേഷം അവർ കളിയൊക്കെ ഇല്ലെന്ന് അവർക്കറിയാം. അതെ, ഇത് ശരിക്കും ഒരു മറുപടി തന്നെയാണ്, ഇത് കാണണം. നല്ലൊരു പടമാണ്, കുഴപ്പമില്ല. നല്ല പടമായിരുന്നു. മെസ്സേജ്, സമൂഹത്തിനൊരു മെസ്സേജാണ്, നീതി കിട്ടുന്ന ഒരു മെസ്സേജാണ്. സിനിമ കൊള്ളാം. ട്രൂത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. സ്ട്രോങ് മെസ്സേജാണ് കൊടുക്കുന്നത്. സ്റ്റാർട്ടിങ് അല്പം സ്ലോ ആയിരുന്നെങ്കിലും എൻഡിങ് സ്ട്രോങ് ആയിരുന്നു. മൂവി കൊള്ളായിരുന്നു. ലൈക്ക് നമ്മൾക്ക് ഫുൾ ഇൻട്രസ്റ്റിംഗ് ആണ്, കണ്ടിരിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അതിൽ ലാലേട്ടൻ്റെ കംബാക്ക് തന്നെയാണത്. പിന്നെ അനശ്വര ആയിരുന്നാലും നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. അതെ, ഇത് ശരിക്കും ഒരു മറുപടി തന്നെയാണ്, ഇത് കാണണം. കാര്യം ലാലേട്ടൻ്റെ ശരിക്കും ഒരു കംബാക്ക് തന്നെയാണിത്. ആ ലാലേട്ടൻ്റെ പെർഫോമൻസും അനശ്വരയും അതുപോലെ തന്നെയാണ്. എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട് അതിൽ. നല്ല രസമായിട്ടുണ്ട്. ഒരു മോഹൻലാലിനെയൊക്കെ കുറേ കാലമായി ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ പറഞ്ഞ അഭിനയമല്ലാതെ നല്ല റിയലിസ്റ്റിക് ആയിട്ട് പുള്ളിയുടെ ഒരു പഴയ മോഹൻലാലിന് ഓർമ്മ വരും പല സ്ഥലങ്ങളും. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ലാലേട്ടനെ പോലുള്ള ഒരാൾക്ക് തിരിച്ചു വരേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളി ഇവിടെ ഉണ്ട്, ഇത്രയും കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി തിരിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല. എക്സലൻറ്റ് മൂവി. അല്ല, ഇതൊരു കോഡ് റൂം ഡ്രാമയാണ്. അപ്പോൾ ഇതിൽ മാക്സിമം എൻഗേജ് ചെയ്യുക, അതായത് ഒരു റൂമിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനെയൊക്കെ മറികടന്ന് നമ്മളെ ഒരു ത്രൂ ഔട്ട് ആ മൂവി തീരുന്നവരെ ആകാംക്ഷയുടെ മുൻപിൽ നിർത്തുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ജീത്തു ജോസഫ് ആയാലും ലാലേട്ടനായാലും ഒക്കെ എക്സലൻറ്റ്. മോഹൻലാൽ നല്ല പടം. സാറായിട്ട് അഭിനയിച്ച അനശ്വരയുടെ ആക്ടിങ് നല്ലതായിരുന്നു. അങ്ങനെയൊന്നുമില്ല, നമ്മൾ നല്ല പടം എന്നുള്ളേ ഉള്ളൂ. വളരെ വളരെ നല്ല പടമാണ്. വളരെ ഒന്നും പറയാനില്ല. കാരണം പറഞ്ഞാൽ ലാലേട്ടൻ നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു തിരിച്ചു പറയായിരുന്നു ലാലേട്ടൻ്റെ. വളരെ സബ്റ്റലായിട്ട് തുടക്കം മുതൽ അവസാനം വരെ എന്താണ് ക്യാരക്ടർ അതിൽ നിന്ന് തന്നെ അഭിനയിച്ചു. ഒരു ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞാൽ പുള്ളിന് മുമ്പേ പറയാനില്ല. ഇതുവരെ കളിയാക്കന്മാർക്കെല്ലാം തിരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളരെ നല്ലൊരു മറുപടി വേറൊന്നും പറയില്ല. അതുമാതിരി അനശ്വര മുന്നേ ഏറ്റവും പുള്ളിയുടെ കരിയർ ബെസ്റ്റാണ്. വളരെ നല്ല പടം, എല്ലാവരും കാണണമെന്ന ഒരു അഭിപ്രായമാണ്. അതുമാത്രമല്ല സമൂഹത്തിന് നല്ലൊരു മെസ്സേജ്. ഒന്നും പറയില്ല, വെരി ഗുഡ് മൂവി. അവന്മാർക്കുള്ള പണി തന്നെ, അവന്മാർക്ക് ഒന്നും പറയില്ല. കാരണം പുള്ളി നമ്മുടെ സിദ്ദീഖൊക്കെ പറഞ്ഞ പോലെ ഒറ്റ പടം മതി എന്ന് പറയത്തില്ലേ ലാലേട്ടൻ, ആ ഒറ്റ പടമാണിത്. ഇനി മാറും. നല്ല പടമാണ്. ഒരു ത്രില്ലറാണ്. വിചാരിക്കുന്ന പോലെ ആണെങ്കിലും ആ ഒരു മേക്കിങ്ങും ഇതുമൊക്കെ എല്ലാം കൊള്ളാം. നല്ലൊരു തിരിച്ചുവരവാണ്. ഇതേപോലത്തെ പടങ്ങളാണ് പുള്ളിക്കാരന് ആവശ്യം. നല്ലൊരു പടം, നല്ലൊരു എക്സ്പീരിയൻസ്. മോഹൻലാലിൻ്റെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ. മോഹൻലാലിൻ്റെ ഒരു പ്രസൻസ് തന്നെ ഈ പടത്തിലുണ്ട്. അഭിനയിച്ചിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും അവരെന്താ പറയുക, അവരെ നല്ല രീതിയിലുള്ള ഒരു അഭിനയം തന്നെ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. കളിയാക്കിയവർക്ക് ഒരു മറുപടി, ഈ കളിയാക്കിയവർ ഈ പടം വന്ന് കണ്ടതിന് ശേഷം അവർ കളിയൊക്കെ ഇല്ലെന്ന് അവർക്കറിയാം. നല്ല പടമായിരുന്നു, എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്. നമുക്ക് സിവിലിയൻസ് ഒക്കെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഒരു ഫെയ്ത്ത് ഒക്കെ വരാനായിട്ട് പ്രൊമോട്ട് ചെയ്യും എല്ലാവരുടെ അടുത്തും. അതെ, ലാലേട്ടൻ ഒരു ഭയങ്കര കംബാക്കായിരുന്നു. ആഫ്റ്റർ കുറച്ചായല്ലോ ഇപ്പം. അല്ല, അത് ഓരോരുത്തരുടെ എന്താണല്ലോ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെ, ഭയങ്കര ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ പുറകോട്ടേക്ക് വലിഞ്ഞു നിൽക്കുന്ന കുറേ പേര് മുമ്പിലേക്ക് വരാനായിട്ടും ആ ഒരു കറേജ് പവറും എല്ലാവരും കാണിക്കുന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്യുന്ന പടമാണ്. അതായത് ആക്ടിങ് വൈസ് നല്ലതായിരുന്നു. പിന്നെ നല്ലൊരു മെസ്സേജാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്.